പകലൊന്നും പറഞ്ഞാൽ മതി. സ്കൂളിലെ മത്സരമൊക്കെ പോവാൻ ആഗ്രഹമുണ്ട്. ആണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഈ വീഡിയോ കണ്ടു നിൽക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ 9 വയസ്സുകാരിയായ ഇഷ ഫാത്തിമ എന്ന് പറയുന്ന ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായം വേണം. എനിക്ക് അസുഖം മാറിയിട്ട് മദ്രസയിൽ പോകണം, സ്കൂളിൽ പോകണം എന്ന് എന്റെ കൈ പിടിച്ച് ആഗ്രഹം പറഞ്ഞ പൊന്നുമോളാണ്. ഇന്ന് ഈ ഒരു അവസ്ഥയില് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിൽ കിടക്കുമ്പോ ഹൈപ്പർ IgE സിൻഡ്രം എന്ന മാരകമായ ക്യാൻസർ ബാധിച്ച് മജ്ജ മാറ്റിവെച്ചിട്ടും രക്ഷയില്ലാതെ അതീവ ഗുരുതരമായിട്ട് ആ കുഞ്ഞിങ്ങനെ കിടക്കും. ഇനി ചികിത്സ വേണമെങ്കിൽ 15 ലക്ഷം രൂപ കൂടി കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തില് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൊന്നുമോള് വല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പൊ വെന്റിലേറ്ററിലാണുള്ളത്. നിങ്ങളല്ലാതെ വേറെ ആരുമില്ല സഹായിക്കാൻ. എന്റെ പൊന്നുമോള് ഒരു തവണ കൂടി ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഞാനിപ്പോ ഉള്ളത് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലാ. മലപ്പുറം ജില്ലയിലെ താനൂരുള്ള ഇഷ ഫാത്തിമ എന്ന് പറയുന്ന 9 വയസ്സുകാരിയായിട്ടുള്ള ആ പൊന്നുമോള് നിങ്ങളുടെ കാരുണ്യം കാത്ത് അപ്പോളോ ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിൽ കിടക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ കുടുംബവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വന്ന് കൈതട്ടുന്നത്. ദയവ് ചെയ്തിട്ട് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും 15 ലക്ഷം രൂപയോളം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണം. പ്രിയരെ, ഞാൻ PP ഷംസുദ്ദീൻ, താനൂർ നഗരസഭാ ചെയർമാനാണ്. ഇപ്പോൾ നിൽക്കുന്നത് താനൂരിലെ പനങ്ങാട്ടൂർ സ്വദേശത്താണ്. പ്രിയങ്കരിയായ മകൾ ഇഷ ഫാത്തിമ വെറും 9 വയസ്സ് മാത്രമാണ് പ്രായം. പാവപ്പെട്ട വളരെ നിർധനരായ കുടുംബമാകയാൽ വേറെ ഒരു നിവൃത്തിയുമില്ലാത്തൊരവസ്ഥയിലാണ് അവരുള്ളത്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ സഹോദരന്മാരും, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പൊന്നുമോളുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പ്രിയരെ.